അഷേഖ മൂലി ബിൻ അബ്ദുൽ ഹലീം എന്ന ഈ അടുത്തിടെ കസീമിൽ ജീവിച്ചു മരിച്ച ഒരു സ്ത്രീയെക്കുറിച്ച്, ഒരു പണ്ഡിതയെക്കുറിച്ച് വായിക്കാനിടയായി. അവരുടെ ജീവചരിത്രം 1959-60ലാണ് അവർ ജനിക്കുന്നത്. അപ്പോൾ അവരുടെ 14-ാമത്തെ വയസ്സിൽ ഉമ്മ മരണപ്പെട്ട്, 19-ാമത്തെ വയസ്സിൽ ഉപ്പയും മരണപ്പെട്ട്. ഉപ്പ മരിക്കുന്ന സമയത്ത് അവരുടെ കീഴിൽ താഴെ സഹോദരീ സഹോദരന്മാരായിട്ട് 7 പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ 19-ാമത്തെ വയസ്സിൽ ചെറുപ്രായത്തിൽ തന്നെ ഈ 7 കുട്ടികളെയും നോക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം ഈ പെണ്ണുങ്ങളുടെ തലയിൽ വന്നു. ഈ ഉമ്മ മരിക്കുമ്പം ഏറ്റവും ഇളയ കുട്ടിയുടെ പ്രായം വെറും 6 മാസമായിരുന്നു. വിദാദ എന്ന കുട്ടിയുടെ പേര്. പക്ഷെ അവർ നല്ല നിലയിൽ ഈ മക്കളെയൊക്കെ പോറ്റി. കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് അവർ വിവാഹം കഴിച്ചു. വിവാഹത്തിന് ശേഷം കുറച്ച് വർഷങ്ങൾ, 1-2 വർഷം കഴിഞ്ഞ ഉടനെ ഇവരുടെ വീട്ടിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായി. ആ തീപിടുത്തത്തിൽ ഇവരുടെ ശരീരത്തിൽ അധിക ഭാഗവും കത്തിപ്പോവുകയും കരിഞ്ഞു പോവുകയും കുറേ നാൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരികയൊക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഷിഫായിട്ട് പുറത്തിറങ്ങി. പക്ഷേ ഈ സമയത്ത് മുഴുവനും അവർ അന്നത്തെ കസീമിൻ്റെ ഒരു നല്ല സാഹചര്യത്തിൻ്റെ ഫലമായിട്ട് കൃത്യമായിട്ട് ദീനീ സദസ്സുകളിൽ, എൽമിൻ്റെ ക്ലാസ്സുകളിൽ, വിജ്ഞാന സദസ്സുകളിലൊക്കെ കൃത്യമായി പങ്കെടുക്കുമായിരുന്നു. അതൊന്നും മുടക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഈ കുറച്ച് വർഷങ്ങൾ കൊണ്ട് അവർ പരിശുദ്ധ ഖുർആൻ ഫുള്ള് കാണാതെ പഠിച്ചു. എന്ന് മാത്രമല്ല, സഹീഹുൽ ബുഖാരിയും മുസ്ലിമും അതിൻ്റെ പരമ്പര, ഹദീസ് റിവായത്ത് ചെയ്യുന്ന സനദ് പരമ്പര അടക്കം അവർ മുഴുവനും കാണാപ്പാടാക്കി. ഭയങ്കര ഓർമ്മശക്തിയായിരുന്നു അവരെക്കുറിച്ച് പറയപ്പെടുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അന്നത്തെ സൗദിയിലെ ജീവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്നും അവർ പോയിട്ട് ഇൽമ് കരസ്ഥമാക്കി. അവരുടെ ഓർമ്മശക്തിയിൽ നിന്ന് അവർ ഇബ്നുൽ ഖയ്യിമിൻ്റെയും ഇബ്നു തൈമിയ്യയുടെയും ഒക്കെ വാക്കുകൾ, കിതാബിൻ്റെ പേരും പേജ് നമ്പറും അടക്കം പറഞ്ഞിട്ട് അവർ ഉദ്ധരിക്കുമായിരുന്നു എന്ന് അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അത്രയും ഭയങ്കര ഓർമ്മശക്തിയുള്ളവരായിരുന്നു. അങ്ങനെ അവർ പിന്നീട് ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. സൗദിയുടെ അകത്തും പുറത്തുമൊക്കെ ആയിട്ട് ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. ഏകദേശം 22 വർഷം അവർ ക്ലാസ്സുകൾ എടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ മരിക്കുന്നതിന് മുമ്പ് 2015-16 മരിക്കുക. 2012 അവർക്ക് ഗർഗരീന എന്ന് പറഞ്ഞൊരു വലിയ രോഗം ബാധിച്ചു. കാലിൽ പൊട്ടിയിട്ട് പിന്നെ വ്രണമായി, ഇൻഫെക്ഷനായി, ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ അരിച്ചരിച്ച് കയറുന്ന ഒരു വലിയ രോഗം. അങ്ങനെ കയറി അവസാനം അവരുടെ കണങ്കാല് വരെ എത്തി. ഭയങ്കര വലിയ രോഗം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അതേ സമയത്ത് തന്നെ അവരുടെ കണ്ണിൻ്റെ കാഴ്ച കുറയുകയും കണ്ണ് ഏകദേശം കാണാതാകുകയും ചെയ്തു. അത്ഭുതകരം എന്ന് പറയുന്നത്, ഈ സമയത്തും ഹോസ്പിറ്റലിൽ കിടക്കുന്ന അഡ്മിറ്റായിരിക്കുന്ന സമയത്തും എല്ലാ ശനിയാഴ്ചയും അവരൊരു വാഹനത്തിൽ കയറി മറ്റുള്ളവരുടെ സഹായത്തിലൂടെ പള്ളിയിൽ പോയിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. അങ്ങനെ അവരുടെ ജീവിതത്തിൽ അവർ മൊത്തത്തിൽ എടുത്ത് തീർത്ത, അല്ലെങ്കിൽ വിശദീകരിച്ച് തീർത്ത കിതാബുകളുടെ എണ്ണം പരിശോധിച്ചപ്പോൾ ഏകദേശം 75ഓളം കിതാബുകൾ അവർ ക്ലാസ്സിൽ ഷർഹ് ചെയ്ത് വിശദീകരിച്ച് തീർത്തിട്ടുണ്ട്. അതിൽ ചില കിതാബുകൾ 3 വട്ടം, 4 വട്ടം, 6 വട്ടമൊക്കെ അവർ ഷർഹ് ചെയ്ത് തീർത്തിട്ടുണ്ട്. അത്രയും അവർ ചെയ്തിട്ട് അവസാനം 2015-16 അല്ലെങ്കിൽ 16 അവർ മരണപ്പെട്ടു. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ അന്ന് പറഞ്ഞതുപോലെ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എന്തുകൊണ്ട് ഇൽമ കരസ്ഥമാക്കിയില്ല, എന്തുകൊണ്ട് ഖുർആൻ പഠിച്ചിട്ടില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ, പഠിച്ചവന് ഒരുപാട് ജീവിത പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, കല്യാണം കഴിച്ചു, ഭാര്യയും മക്കളൊക്കെ ആയി, പിന്നെ ഇതിനൊന്നും സമയം കിട്ടിയിട്ടില്ല എന്ന് പറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ന്യായം, ആ മറുപടി അള്ളാഹുവിൻ്റെ അടുക്കൽ തീരെ സ്വീകാര്യമാകുകയില്ല. അള്ളാഹു ഇതുപോലുള്ള ആളുകളെ, മൂലി ബിൻ അബ്ദുൽ ഹലീമിനെ പോലുള്ള ആളുകളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ മരിച്ചു. 7 കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്തം അവരുടെ തലയിൽ വന്നു. പിന്നീട് ജീവിതപ്രയാസങ്ങൾ അതിൻ്റെ അങ്ങേയറ്റത്തിൽ, എന്താ പറയുക, അത്രയും ആഴത്തിൽ അവരെ ബാധിച്ചു. പക്ഷെ ഇതൊന്നും ഇൽമ് നേടുന്നതിൽ, ഖുർആൻ പഠിക്കുന്നതിൽ, ഹദീസ് പഠിക്കുന്നതിൽ അവർക്കൊരു തടസ്സമായിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്.